ഡൽഹിയിൽ കഴിഞ്ഞ ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റ് 2026 ലോകത്തിലെ ഏറ്റവും വലിയ AI ഉച്ചകോടിയായി മാറിക്കഴിഞ്ഞു. 20 രാഷ്ട്ര നേതാക്കൾ, 100 വൻ കമ്പനികളുടെ മേധാവികൾ, 500-ലധികം ലോക AI ബ്രാൻഡുകൾ, നൂറുകണക്കിന് കോൺട്രാക്റ്റുകൾ, ധാരണാപത്രങ്ങൾ തുടങ്ങി മേള വൻ വിജയമായിരിക്കുകയാണ്. പാരീസ്, സാൻ ഫ്രാൻസിസ്കോ, സിംഗപ്പൂർ, ആംസ്റ്റർഡാം തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന AI ഉച്ചകോടികളെ വെല്ലുന്ന പ്രാതിനിധ്യമാണ് ഡൽഹിയിൽ നടന്നത്. അമേരിക്കയും ചൈനയും അടക്കി വാഴുന്ന AI ലോകത്ത് ഇന്ത്യയും കസേര വലിച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നോയിഡയിലെ ഗുൽഗോട്ടിയ യൂണിവേഴ്സിറ്റി ഒരു ചൈനീസ് റോബോട്ടിനെ സ്വന്തമായി വികസിപ്പിച്ചതെന്ന രീതിയിൽ അവതരിപ്പിച്ച് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയതും ഒരു അന്താരാഷ്ട്ര വേദിയെ രാഷ്ട്രീയ പകപോക്കലിനു വേണ്ടി ഉപയോഗിച്ച് കുറച്ചുപേർ നടത്തിയ അർദ്ധനഗ്ന നാടകവുമെല്ലാം കല്ലുകടിയായി എങ്കിലും ഉച്ചകോടിയുടെ ആകമാനമുള്ള വിജയം AI മേഖലയിലെ ഇന്ത്യയുടെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഭാവിയുടെ സാങ്കേതിക ലോകത്തെ നയിക്കാൻ പോകുന്നത് ഭാരതമാണെന്ന സന്ദേശം ലോകം സ്വീകരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ആ വിഷയം തന്നെ ചർച്ച ചെയ്യാമല്ലേ? എന്നാൽ തുടങ്ങിയാലോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാബു പ്രസാദ്. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളുമെല്ലാം കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഈ ചാനലിൻ്റെ ജീവൻ. ഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര AI ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ പ്രധാനമായും വരുന്ന വാർത്ത നോയിഡയിലെ ഗുൽഗോത്തിയ യൂണിവേഴ്സിറ്റിയിൽ അവരുടേതെന്ന് റീബ്രാൻഡ് ചെയ്ത് അവതരിപ്പിച്ച ഒരു റോബോട്ട് നായയുടെ പേരിലുണ്ടായ വിവാദമാണ്. അതൊരു ചൈനീസ് പ്രോഡക്റ്റായിരുന്നു. ആ സർവകലാശാല അവരുടെ സ്റ്റാളിൽ ഈ രീതിയിൽ റീബ്രാൻഡ് ചെയ്ത് ഇങ്ങനെയൊരു തിരിമറി കാണിച്ചത് ശുദ്ധമായ തെമ്മാടിത്തരമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ ഈ പ്രവൃത്തിയോട് സർക്കാർ പ്രതികരിച്ചതും അതിരൂക്ഷമായി തന്നെയാണ്. നിങ്ങളുടെ കൂടും കുടുക്കയും എടുത്തുടൻ എക്സിബിഷനിൽ നിന്ന് ഇറങ്ങിക്കോണം, ഇനി ഈ പരിസരത്ത് കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് അടിച്ചു പുറത്താക്കി. നല്ല കുലത്തിലും നായ പറക്കും എന്ന് പറഞ്ഞതുപോലെയായി ഈ സംഭവം. 70,000 സ്ക്വയർ മീറ്റർ ഏരിയയിൽ 600-ലധികം സ്റ്റാർട്ടപ്പുകളും വൻ കമ്പനികളും അണിനിരന്ന ഈ മേളയിൽ ഇങ്ങനെയുള്ള തരികിടകൾ കടന്നുകൂടാൻ പാടില്ലായിരുന്നു. അതുപോലെ ലോകം ഉറ്റുനോക്കിയ ഈ മേളയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ കുറച്ചുപേർ മേൽവസ്ത്രം ഉരിഞ്ഞുകൊണ്ട് നടത്തിയ അപഹാസ്യ നാടകത്തിനും മേളയുടെ വിജയത്തെയും ശോഭയെയും കെടുത്താനോ AI മേഖലയിൽ ഇന്ത്യയുടെ കുതിപ്പിനെ തടയിടാനോ കഴിഞ്ഞില്ലെന്നത് കൂടിയാണ് ഉച്ചകോടിയുടെ വിജയം സൂചിപ്പിക്കുന്നത്. അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും നടക്കുന്നുണ്ടെങ്കിലും ടെക്നോളജിയുടെ വളർച്ച എന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. പ്രൊപ്പല്ലർ വിമാനങ്ങളിൽ നിന്ന് ജെറ്റ് വിമാനങ്ങളിലേക്കും സൂപ്പർസോണിക് വിമാനങ്ങളിലേക്കും ഇപ്പോൾ ഹൈപ്പർസോണിക്കിലേക്കുമൊക്കെ ലോകം കുതിച്ചതും റൈറ്റ് സഹോദരന്മാരുടെ കിളിക്കൂട് പോലുള്ള ചെറിയ വിമാനത്തിൽ നിന്നും മനുഷ്യൻ ചന്ദ്രനിലെത്തിയതും ചൊവ്വയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതുമെല്ലാം കേവലം 100 വർഷം കൊണ്ടാണ്. അതായത് 20-ാം നൂറ്റാണ്ടിൽ ലോകം മുഴുവൻ ശാസ്ത്ര സാങ്കേതിക മേഖല വികസിച്ചത് മിന്നൽ വേഗത്തിലാണ്. മനുഷ്യരാശി അന്ന് വരെ നേടിയ നേട്ടങ്ങളുടെ അനേകം ഇരട്ടിയാണ് കഴിഞ്ഞ 100 വർഷങ്ങളിൽ നേടിയത്. അതിൻ്റെ ഏറ്റവും പുതിയ മേഖലയാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതെന്താ ഇത്രയ്ക്കങ്ങ് പറയാൻ? എല്ലാ സാങ്കേതിക വിദ്യകളെപ്പോലെയും മറ്റൊന്ന് എന്നല്ലേ ഉള്ളൂ എന്ന് തോന്നുന്നോ? ശരിയാണ്. നമ്മുടെ പ്രവൃത്തികളെ കൂടുതൽ നന്നാക്കാനും വേഗമേറിയതാക്കാനും കൃത്യതയാർന്നതാക്കാനും ഒക്കെയുള്ള ഉപാധികളാണ് സാങ്കേതിക വിദ്യ അഥവാ ടെക്നോളജി. കൂടുതൽ നന്നായും വേഗത്തിലും നിലമുഴാൻ ട്രാക്ടർ, അപ്പോൾ കൂടുതൽ മികച്ച രീതിയിൽ കൃഷി ചെയ്യാനും മണ്ണിൻ്റെ സാധ്യതകളെ കൂടുതൽ നന്നായി പ്രയോജനപ്പെടുത്താനും കഴിയും. നമ്മൾ മാനുവലായി ചെയ്യുന്ന ഒരുപാട് പ്രവൃത്തികൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ നമ്മുടെ കഴിവും ബുദ്ധിയും കൂടുതൽ ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യാൻ പര്യാപ്തമാകുന്നു. അങ്ങനെയാണ് ശാസ്ത്ര സാങ്കേതിക അറിവുകൾ മനുഷ്യന് മുതൽക്കൂട്ടാകുന്നത്. അങ്ങനെയൊന്നാണ് AI എന്ന് പൊതുവേ പറയാമെങ്കിലും മറ്റുള്ള സാങ്കേതിക വിദ്യകൾ മാനവരാശിയെ പടിപടിയായി വികസനത്തിൻ്റെ ചുവടുകൾ കയറ്റുകയായിരുന്നു എങ്കിൽ AI എന്നത് ഒരു റോക്കറ്റിൽ കയറ്റി നിമിഷ നേരം കൊണ്ട് 1000-കണക്കിന് കിലോമീറ്റർ അകലെ എത്തിക്കുന്നത് പോലെയാണ്. ഇതുവരെയുള്ള സാങ്കേതിക വിദ്യകൾ ഒരു ബഹുനില കെട്ടിടത്തിന് മുകളിലേക്ക് പടികളിലൂടെ ഓടിക്കയറുകയായിരുന്നു എങ്കിൽ AI എന്നത് അതിവേഗത്തിൽ മുകളിലേക്ക് പോകുന്ന ഒരു ലിഫ്റ്റാണ്.
അത് നമ്മുടെയൊക്കെ നിത്യജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നത് സങ്കല്പിക്കാനാകാത്ത വേഗത്തിലാണ്. ഇതിനു മുമ്പ് ഒരു ടെക്നോളജിയും ഇത്ര ഗൗരവത്തോടെ ലോകം ചർച്ച ചെയ്തിട്ടില്ല. കാരണം അത്ര വേഗത്തിലാണ് AI സാധാരണ മനുഷ്യജീവിതത്തെ സ്വാധീനിക്കാൻ തുടങ്ങിയത്. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യബുദ്ധിയെ കീഴടക്കുമോ എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഇല്ല എന്ന് തന്നെ മറുപടി പറയാം. കാരണം ആർട്ടിഫിഷ്യൽ ഈസ് ഓൾവേസ് ആർട്ടിഫിഷ്യൽ. നമുക്ക് AI കൊണ്ട് കഥയും കവിതയും എഴുതിക്കാൻ കഴിയും. നമ്മൾ നൽകുന്ന വിവരങ്ങൾ, അതായത് പ്രോംപ്റ്റുകൾ അനുസരിച്ച് മാത്രമേ AIക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അല്ലാതെ സ്വന്തമായി ചിന്തിച്ച് ക്രിയേറ്റിവിറ്റിയോടുകൂടി ഒരു സൃഷ്ടി നടത്താൻ AIക്ക് കഴിയില്ല. ഷേക്സ്പിയറും കാളിദാസനും ആരാണെന്നും അവരുടെ കൃതികൾ ഏതാണെന്നും പ്രത്യേകതകൾ എന്താണെന്നും മിന്നൽ വേഗത്തിൽ AI നമ്മോട് പറയും. തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ക്വാണ്ടം മെക്കാനിക്സും AI നമുക്ക് പഠിപ്പിച്ചു തരും. പക്ഷേ AIയിൽ നിന്ന് ഒരിക്കലും ഒരു ഷേക്സ്പിയറോ കാളിദാസനോ ഐൻസ്റ്റീനോ ഉണ്ടാകില്ല. ഇത് മനസ്സിലാക്കിയുള്ള ഒരു AI നൈതികത, എത്തിക്സ് കൂടി ഒപ്പമുണ്ടായാലേ ഈ മുന്നേറ്റത്തിനെ മാനവരാശിയുടെ യഥാർത്ഥ വിജയമായി കണക്കാക്കാൻ കഴിയുകയുള്ളൂ. നോക്കൂ കൂട്ടുകാരെ, ഇൻ്റർനെറ്റ് എന്നത് ഇന്ന് ലോകത്തിൽ ആർക്കും ബൗദ്ധിക സ്വത്തവകാശം അഥവാ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഉള്ള സാങ്കേതികവിദ്യ അല്ല. ആയിരുന്നുവെങ്കിൽ അത് ഇന്നത്തേതുപോലെ സർവ്വവ്യാപിയായി ഉപയോഗിക്കാൻ കഴിയില്ലായിരുന്നു. സത്യത്തിൽ ആധുനിക കാലത്തെ ഏറ്റവും വലിയ ഈ വിപ്ലവം മാനവരാശിക്ക് മുതൽക്കൂട്ടായതിന് കാരണം അതിനേക്കാൾ വിപ്ലവകരമായ ഈ നയം മൂലമാണ്. AIയുടെ അങ്ങനെയൊരു തീരുമാനത്തിനും നയത്തിനും വേണ്ടിയാണ് മാനവരാശി കാത്തിരിക്കുന്നത്. ഡൽഹി സമ്മിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ പങ്കാളിത്തമായിരുന്നു. 20 രാഷ്ട്രത്തലവന്മാർ, 118 രാജ്യങ്ങൾ, 500-ലധികം വൻ കമ്പനികളുടെ മേധാവികൾ, 600-ലധികം കമ്പനികളുടെ സ്റ്റാളുകൾ, 2.5 ലക്ഷത്തിലധികം വിസിറ്റേഴ്സ്, 70,000 സ്ക്വയർ മീറ്ററിലധികം സ്ഥലം, 500-ലധികം സെഷനുകൾ, 3000-ലധികം സ്പീക്കേഴ്സ്. ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ AI ഉച്ചകോടിയായിരുന്നു ഇത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മുൻപോട്ട് വെച്ച മാനവ് എന്ന കാഴ്ചപ്പാടായിരുന്നു. മോറൽ ആൻഡ് എത്തിക്സ് എന്നതിലെ M, അക്കൗണ്ടബിൾ ഗവേണൻസ് എന്നതിലെ A, നാഷണൽ സോവർണിറ്റി എന്നതിലെ N, ആക്സസിബിൾ ആൻഡ് ഇൻക്ലൂസീവ്നെസ് എന്നതിലെ A, വാലിഡ് ആൻഡ് ലെജിറ്റിമേറ്റ് എന്നതിലെ V എന്നിവ ചേർത്തിട്ടാണ് മാനവ് എന്ന കൃത്യമായ വിഷൻ ഉണ്ടാക്കിയത്. ഈ ഗുണങ്ങളെല്ലാം ചേർത്തുണ്ടാക്കുന്ന ഒരു ആഗോള നയത്തിലൂടെ AI മനുഷ്യ പുരോഗതിയിലെ ഒരു വലിയ നാഴികക്കല്ലാകാൻ പോകുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ കണ്ടത്. ഒരു ഉച്ചകോടിക്ക് ഇത്രയധികം അന്താരാഷ്ട്ര പങ്കാളിത്തം, ഇത്രയധികം രാഷ്ട്രത്തലവന്മാരുടെ ഒത്തുചേരൽ എന്നതൊക്കെ ലോകത്തിന് പുതിയ അനുഭവങ്ങളാണ്. ഇതിലൂടെ ഇന്ത്യ AI മുന്നേറ്റത്തിൻ്റെ ഭാഗമല്ല, പകരം നായകനാണ് എന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. സത്യത്തിൽ ഏറ്റവും പ്രയോജനകരമായ രീതിയിലും വ്യാപകമായും AI ഉപയോഗിക്കാൻ കഴിയുന്ന രാജ്യം ഇന്ത്യയാണ്. നോക്കൂ, ഇത്രയധികം വൈവിധ്യങ്ങൾ സാംസ്കാരികമായും ഭാഷാപരമായും ഭൂമിശാസ്ത്രപരമായും ഒക്കെയുള്ള ഒരു രാജ്യം ഈ ഭൂമിയിൽ വേറെ ഇല്ല. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പൊതുവെ എല്ലാവരും അനുഭവിക്കാറുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഭാഷ. ഓരോ ഇന്ത്യൻ ഭാഷയും പൂർണ്ണ വളർച്ച നേടിയ വ്യത്യസ്ത ഐഡൻറ്റിറ്റികളുള്ള സമ്പൂർണ്ണ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ സംഭാഷണ രീതികളിൽ ഒരു സാമ്യവും ഉണ്ടാകില്ല. അവിടെ AI സഹായത്തിനെത്തും. നമ്മൾ മലയാളത്തിൽ സംസാരിച്ചാൽ അത് അതേസമയം തന്നെ ഏതു ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിക്കും. അതുപോലെ തിരിച്ചും പാർലമെൻറ്റിൽ എല്ലാ MP-മാർക്കും അവരവരുടെ ഭാഷയിൽ സംസാരിക്കാം. അത് റിയൽ ടൈമായി പരിഭാഷ ചെയ്യപ്പെട്ട് മറ്റുള്ളവർക്ക് അവരവരുടെ ഭാഷയിൽ കേൾക്കാൻ കഴിയും. അതുപോലെ ചെറുകിട കച്ചവടം മുതൽ വൻ കോർപ്പറേറ്റ് ബിസിനസ് വരെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താനും അതിൻ്റെ സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനും AI കൊണ്ട് കഴിയും. അതുപോലെ കൃഷി, കന്നുകാലി വളർത്തൽ തുടങ്ങി
പ്രതിരോധവും ബഹിരാകാശവും വരെ മനുഷ്യൻ സമയവും അധ്വാനവും എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം AI ഉപയോഗിച്ചാൽ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാമെന്ന് മാത്രമല്ല, മനുഷ്യബുദ്ധിയെ കൂടുതൽ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താനും കഴിയും. നോക്കൂ, ഇതെല്ലാം ലോകം മനസ്സിലാക്കിയതിൻ്റെ ഫലമായിട്ടാണ് $250 ബില്യൺ, അതായത് 22 ലക്ഷം കോടി രൂപയുടെ വിദേശ നിക്ഷേപമാണ് ഈ ഉച്ചകോടി ഇന്ത്യയിലേക്ക് ആകർഷിച്ചിരിക്കുന്നത്. ഗൂഗിളിൻ്റെ അമേരിക്കയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ക്യാമ്പസ് വരാൻ പോകുന്നത് വിശാഖപട്ടണത്താണ്. അതുപോലെ ലോകം അടക്കി വാഴുന്ന എല്ലാ ടെക്നോളജി ഭീമന്മാരും ഇന്ത്യയുടെ സാധ്യത മനസ്സിലാക്കി വൻതോതിൽ ഇവിടെ മുതലിറക്കാൻ പോകുന്നു. ആകെ പങ്കെടുത്ത 110 രാജ്യങ്ങളിൽ അമേരിക്ക, ചൈന എല്ലാം ഉൾപ്പെടെ 86 രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചു. ഏറിയാൽ 5000 പേര് സന്ദർശിക്കും എന്ന് പ്രതീക്ഷിച്ച മേളയിൽ എത്തിയത് 2.5 ലക്ഷത്തിലധികം. അതിൽ തന്നെ ഏതാണ്ട് മുഴുവൻ യുവാക്കൾ. മികച്ച അവസരങ്ങളും വരുമാനവും തേടി ഇനി അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ പോകേണ്ടി വരില്ല. തങ്ങളുടെ നാട്ടിൽ, തങ്ങളുടെ വീടിനടുത്ത് അവസരങ്ങൾ തങ്ങളെ തേടി വരും എന്ന ഉറപ്പുകൂടിയാണ് ഡൽഹി AI ഉച്ചകോടി യുവതലമുറയ്ക്ക് നൽകുന്നത്. അതായത് പറഞ്ഞു വന്നത്, AI ഭാവിയെ മാനവരാശിക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന പദ്ധതികളിൽ ലോകത്തെ നയിക്കാൻ പോകുന്നത് അമേരിക്കയും ചൈനയും ഒന്നുമല്ല, ഇന്ത്യയാണ് എന്നതാണ്. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.